ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 2 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കാം. ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ഇത് നന്നായി കുഴഞ്ഞു വന്നോളും. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത മാവ് 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ബോൾസുകളായി ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവി ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കി എടുക്കാം. ഇതുപോലെ പരത്തിയതിന് ശേഷം ഒരു ഹോളും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കണം. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കി തിരിച്ചും മറിച്ചു വിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കോരി മാറ്റാം. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ഇത്. ഇത് പുറം വശം നല്ല മൊരിഞ്ഞിട്ടും ഉണ്ടാകും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വട റെഡി ആയിട്ടുണ്ട്. ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വട. Okay friends, bye bye. Thank you for watching.